ബിഗ് ബോസിൽ ആര്യൻ്റെയും ജിസൈലിൻ്റെയും ഉള്ള ആ പുതപ്പിനടിയിൽ നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കുറേ ഇങ്ങനെ നല്ല സൗണ്ടൊക്കെ ഉയർത്തി സംസാരിച്ച് ഒരിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അനുവിൻ്റെ ഭാഗം ക്ലിയർ ആണോ ക്ലിയർ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് പ്രേക്ഷകർക്ക് അവർ തിരുത്തി കാണിച്ചിട്ടില്ല. ഇതാണ് സത്യം എന്നുള്ളത് അവർ ബാക്കി എല്ലാ വീഡിയോ ക്ലിപ്പ് ലാലേട്ടൻ കാണിച്ചു, അത് കാണിച്ചിട്ടില്ല. ലാലേട്ടനെ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അവിടെ ബിഗ് ബോസിൻ്റെ ആ ഒരു പ്രവർത്തകരെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ലാലേട്ടൻ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇത്രയും പൈസയൊക്കെ വാങ്ങിച്ച് ചെയ്യുന്ന സമയത്തും അല്ല എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, നമ്മൾ തെളിയിക്കണം. ബാക്കി എല്ലാ ക്ലിപ്പും അനുവിൻ്റെ ആയാലും ജിസേൻ്റെ ഒക്കെ ക്ലിപ്പ് കാണിച്ചു. ഞായറാഴ്ചയിലെ എപ്പിസോഡിൽ എല്ലാ ക്ലിപ്പും കാണിച്ചിട്ടാണ് അതിന് വിലയിരുത്തലവിടെ വന്നത്. ക്ലിപ്പ് കാണിക്കണം. അപ്പോൾ ക്ലിപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല, എന്ത് കാണിക്കണം, എവിടെ എങ്ങനെ കാണിക്കണം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനിക്കുന്ന കൂട്ടത്തിൽ പിന്നെ നിങ്ങൾ ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആ പുതപ്പിനല്ല എന്ത് നടന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പുറത്തുവിട്ട വിഷയമാണ്. 24/7 നിങ്ങൾ തന്നെ ലൈവ് പുറത്തുവിട്ട വിഷയങ്ങളാണത്. ആ വിഷയം ആൾക്കാരതെടുത്ത് ആൾക്കാരത് മാത്രം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്ന്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളോ നിങ്ങൾക്കതൊന്നും പിടികിട്ടിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കൊണ്ട് കളഞ്ഞതാണ്. ആ ഒരു എപ്പിസോഡ് നിങ്ങൾ കളഞ്ഞതാണ്. കാര്യം ഇത് നമുക്ക് മോഹൻലാലിനെ നമുക്ക് കുറ്റം പറയാം, അനുവിനെ നമുക്ക് കുറ്റം പറയാം, മോഹൻലാൽ അനുവിനെയും കുറ്റം പറയാം. അനുവിൻ്റെ സൈഡിൽ നിൽക്കാം, ലാലേട്ടൻ്റെ സൈഡിൽ നിൽക്കാം. പക്ഷേ ലാലേട്ടൻ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പരിപാടിയുടെ അവതാരകനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ നീതി പുലർത്തേണ്ടത്. അത് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഇത്രയും പ്രായക്കാർ കുഞ്ഞു കൊച്ചുങ്ങൾ 60 വയസ്സ് കഴിഞ്ഞവരെല്ലാവരും കാണുന്നൊരു ഷോയാണ്. 3 തലമുറകൾ കാണുന്നൊരു ഷോയിൽ ലാലേട്ടന് തോന്നുന്നുണ്ട് 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞൊരു അച്ചാച്ചനോ ഒരു അമ്മാമ്മയ്ക്കോ വെച്ചാൽ പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ ജിസേലിൻ്റെ ആര്യൻ്റെയും സംസാര രീതിയായാലും അവർ തമ്മിലുള്ള കാര്യങ്ങളായാലും ഇഷ്ടപ്പെടുമെന്ന് ലാലേട്ടൻ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ലാലേട്ടൻ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ലാലേട്ടൻ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ലാലേട്ടൻ ഉറപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പോട്ടെ, ഒരു 18 വയസ്സുള്ള ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ലാലേട്ടൻ എങ്ങനെ അറിയാം? ലാലേട്ടൻ പറഞ്ഞ പ്രേക്ഷകർക്കറിയാം. പ്രേക്ഷകർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പ്രേക്ഷകർക്കുടെ ഇതായിട്ട് നമ്മളൊന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് ഇപ്പോഴും നിങ്ങൾ സംശയത്തിൻ്റെ മുൾമുനയിൽ ആര്യനെയും ജിസേലിനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട് തന്നെയാണ് നിങ്ങൾ ആ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അനുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കുറ്റം പറയാൻ പറ്റുന്ന അനുവിനെ കുറ്റം പറയാൻ പറ്റും. അതാണ് എപ്പിസോഡിൽ കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടത് ക്ലിയർ ആയിട്ടൊരു ക്ലിപ്പ് നിങ്ങൾ കാണിച്ചില്ല? അന്നത്തെ ദിവസത്തെ ആ ഒരു നിങ്ങൾ 5-6 മണിക്കൂർ നിങ്ങൾ 12 പേരോ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും നോക്കിയിട്ടും തപ്പിയിട്ടും ഒന്നും കിട്ടിയില്ലെന്നല്ല ലാലേട്ടൻ പറഞ്ഞത്. അത്രയും തപ്പേണ്ട കാര്യമില്ല. ഉറങ്ങുന്നേ, അതായത് രാത്രിയിലുള്ള സമയം 12 മണിക്ക് ശേഷം 10 മണിക്ക് ഞങ്ങളുടെ ലൈറ്റ് ഓഫ് ചെയ്യും. ആ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുകൂടെ? എന്തുകൊണ്ട് കാണിച്ചില്ല? എന്തുകൊണ്ട് ക്ലാരിറ്റി ചെയ്തില്ല? ക്ലാരിഫൈ ചെയ്തില്ല ഒരു